വേദനയുടെ അങ്ങേയറ്റം വരെ അനുഭവിച്ചാണ് ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജീവിതത്തിലെ അവസാന 11 ദിവസവും ഷാരോൺ ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞു. നരകവേദന അനുഭവിച്ചാണ് അവൻ ആ ദിവസങ്ങൾ തള്ളി നീക്കിയത്. ഗ്രീഷ്മ നൽകിയ കൊടും വിഷമായ പാരക്കാറ്റ് എന്ന കളനാശിനി ഷാരോണിന്റെ ആന്തരിക അവയവങ്ങളെയെല്ലാം തകർത്തിരുന്നു. കുടലടക്കം അഴുകിപ്പോയിരുന്നു. 11 ദിവസം ഒരു തുള്ളി വെള്ളമറങ്ങാതെ മരണത്തോട് മല്ലിട്ടു. ലൈംഗികാവയവത്തിൽ വരെ കഠിനവേദനയായിരുന്നു എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവസാന നിമിഷമായപ്പോഴേക്കും ഷാരോൺ തൻ്റെ പപ്പ ജയരാജിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കേസിലെ 92ാം സാക്ഷിയായിരുന്നു ജയരാജ്. ഇനി മരണത്തിന് കീഴടങ്ങിയേ തീരൂ എന്ന് ആ 22കാരൻ അപ്പോഴേക്കും മനസ്സിലാക്കിയിരുന്നു. കാരണം ശ്വാസകോശം ചുരുങ്ങി ഓക്സിജൻ കയറാത്ത അവസ്ഥയിലായിരുന്നു ഷാരോൺ. എല്ലാം മറച്ചുവെച്ചതിലും തെറ്റുപറ്റിപ്പോയതിലുമായിരുന്നു സ്വന്തം പപ്പയോട് ഷാരോൺ മാപ്പ് ചോദിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഷാരോണിനെ വേദനയനുഭവിച്ച് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്താനുള്ള സ്ലോ പോയിസണിംഗ് തന്നെയാണ് ഗ്രീഷ്മ ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും. ചുണ്ടുമുതൽ മലദ്വാരം വരെ വെന്തുരുകി. കറുത്ത നിറത്തിലാണ് മലം പോയിക്കൊണ്ടിരുന്നത്. രക്തം തുപ്പിക്കൊണ്ടേയിരുന്നു. ലൈംഗികാവയവത്തിലൂടെ പോലും രക്തം വന്നുകൊണ്ടിരുന്നു. ശരിക്കും പൈശാചികം തന്നെയായിരുന്നു ആ കൊലപാതകം. ഇതിനിടയിലൊക്കെ തന്നെ ഗ്രീഷ്മ തന്നെ ചതിച്ചുവെന്ന സംശയമുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടണമെന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ലെന്നാണ് പുറത്തുവന്ന ചില ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവസാന നിമിഷമാണ് അവൻ എല്ലാം തുറന്നു പറഞ്ഞത്. ഇതേ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കോ കൊടും ക്രിമിനലുകൾക്കോ പോലും നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാമുകന് ഒരു സംശയത്തിനും ഇടം നൽകാതെ ഗ്രീഷ്മ പ്രാബല്യത്തിലാക്കിയത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഷാരോൺ വധക്കേസിലെ പ്രതി കാമുകിയായ ഗ്രീഷ്മക്ക് തൂക്കുകയർ വിധിച്ചതിൽ കേരളമൊന്നാകെ സന്തോഷിക്കുകയാണ്. വളരെ സന്തോഷം നൽകുന്ന വിധിയെന്നാണ് കേരളത്തിന്റെ പൊതുമനസ് ഈ വിധിയെ വിശേഷിപ്പിച്ചത്. മനസാക്ഷിയുള്ള ഏതൊരാളും ആഗ്രഹിച്ചത് തന്നെയാണ് കോടതി വിധിച്ചത് എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം ഗ്രീഷ്മ എന്ന ചെറുപ്പക്കാരി കാണിച്ച കൊടും ക്രൂരത തന്നെയാണ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.